എല്ലാവരും പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു പരാതിയുണ്ട്. ഒന്നിനും സമയമില്ല, സമയം തികയുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് വർക്ക്ഷോപ്പിൽ പറയുന്നുണ്ട്. അതെങ്ങനെ ആളുകൾക്ക് ഉപകാരപ്രദമാകുമെന്ന്? ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ സോഷ്യലിസം നടപ്പിലായിരിക്കുന്ന ഒരേ ഒരു സമ്പത്ത് മാത്രമേ ഉള്ളൂ. അതാണ് സമയം. എല്ലാവർക്കും തുല്യമായിട്ട് 24 മണിക്കൂർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ചിലർക്ക് മാത്രം എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്, ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം തികയും. ചിലർക്ക്, ഭൂരിപക്ഷം ആൾക്കാർക്കും ചെയ്യേണ്ടത് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം തികയുന്നില്ല. അപ്പം അവർ സമയം കൈകാര്യം ചെയ്യുന്നതിൻ്റെ അപാകതയായിരിക്കും ഈ സമയം കിട്ടാത്തത്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന തിയറികളെല്ലാം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സമയം വേണം. അപ്പം നമ്മൾ സമയം എവിടെയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. അതിൽ ആക്ച്വലി ഓഡിറ്റ് ചെയ്ത് തന്നെ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്നത് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ അതിനകത്തൊരു ഐസനോവർ മെട്രിക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യൂസ്ഫുൾ ആയിരിക്കുന്ന ടൈമും യൂസ്ലെസ് ആയിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്ന ടൈമും ഏതൊക്കെയാണെന്നുള്ളത് അതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. ഒരു ദിവസം ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ഒന്ന് ട്രാക്ക് ചെയ്ത് എഴുതി വെച്ച് എന്തെല്ലാം കാര്യത്തിന് എത്ര സമയം നമ്മൾ ഒരു ദിവസം ചെലവഴിച്ചു എന്നുള്ളത് എഴുതി, അത് യൂസ്ഫുൾ ആയിരുന്നോ അല്ലായിരുന്നോ, അർജന്റ് ആയിരുന്നോ ഇമ്പോർട്ടൻ്റ് ആയിരുന്നോ, അതോ അൺഇമ്പോർട്ടൻ്റ് ആയിരുന്നോ നോട്ട് അർജന്റ് ആയിരുന്നോ, ഇതെല്ലാം അനലൈസ് ചെയ്യാനുള്ള മെത്തേഡാണ് നമ്മൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഐസനോവർ മെട്രിക്സ് പ്രകാരം നമ്മുടെ ടൈമിൻ്റെ ഒരു ഓഡിറ്റ് ഷീറ്റ് ഉണ്ടാക്കി അത് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടിയ കാര്യങ്ങളെല്ലാം സമയാസമയം ചെയ്യാൻ വേണ്ടി നമുക്ക് പരിശീലിച്ചെടുക്കാം. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ളവർക്ക് ഒരു ഡയറി ഉപയോഗിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ ഒന്നും മിസ്സാകാതെ ഇരിക്കും. ചില പ്രത്യേക പ്രവർത്തികൾ, ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കുറേ ദിവസത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ളതുണ്ടാകും. അത് ഓരോന്ന് മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വിട്ടുപോകാതെ ചെയ്യാൻ സാധിക്കും. സോ ആ ചാപ്റ്റർ വായിക്കണം. അത് വായിച്ച് തന്നെ അത് ചെയ്തെങ്കിലേ നമ്മുടെ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റത്തുള്ളൂ. ഈ ടൈം ഓഡിറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ആവശ്യമില്ലാതെ എന്തുമാത്രം സമയമാണ് വെറുതെ നഷ്ടപ്പെടുത്തുന്നതെന്ന്. നമ്മുടെ പ്രൊഡക്റ്റീവ് അല്ലാത്ത സമയത്തെക്കുറിച്ച് ഒരു ബോധം കിട്ടും. നമ്മുടെ വേണ്ടപ്പെട്ടവരുമായിട്ട് നമുക്ക് ഇടപെടണം. നമ്മളിതെല്ലാം സ്വഭാവവിശേഷം എന്ന് പറഞ്ഞ് മറ്റുള്ളവരുമായിട്ട് ഇടപെടാനുള്ള കാര്യങ്ങളാണ്. ആ ഇടപെടാൻ പോലും സമയമില്ലാത്തതുപോലെ ഓടി നടക്കുന്ന, തിരക്കിട്ട് നടക്കുന്ന മനുഷ്യർക്ക് ജീവിതത്തിൽ ഒന്നും ആസ്വദിക്കാനോ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളോ അതിൽ നിന്നുള്ള അനുഭവങ്ങളോ നേടാനോ സാധിക്കാതെ പോകും. സമയം മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. സമയത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഗുണങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എസെൻഷ്യലായിട്ട് ഓരോ മനുഷ്യനും വേണ്ടിയ ഒരു സ്വഭാവ ഗുണമുണ്ട്. ഇൻറ്റഗ്രിറ്റി എന്ന് പറയും. അതിൻ്റെ മലയാളത്തിലുള്ള വാക്ക് സ്വഭാവ ദൃഢത എന്ന് പറയാം. ഈ ഇൻറ്റഗ്രിറ്റി ഇല്ലാത്ത ഒരാളിന് ബാക്കി എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ കൃത്രിമമായി സൃഷ്ടിച്ചെന്ന് പറഞ്ഞാലും ഉള്ളിൽ ആ സന്തോഷം ഉണ്ടാവുകയില്ല. കാരണം ഈ സൃഷ്ടിച്ചതെല്ലാം കൃത്രിമമാണെന്ന് അയാൾക്ക് അറിയാം. അയാളുടെ കർട്ടൺ ഏരിയ വലുതായിട്ട് നിൽക്കും. നമ്മൾ കൗൺസിലിങ്ങിനകത്ത് പറഞ്ഞ കർട്ടൺ ഏരിയ വലുതായിട്ട് നിൽക്കും. കൃത്രിമമായിട്ട് സൃഷ്ടിക്കുന്നില്ല, ഒറിജിനലായിട്ട് നമുക്ക് ഇൻറ്റഗ്രിറ്റി ഉണ്ടാകണം. അതിൻ്റെ ഒരു ചെറിയ കഥ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു രാജാവിന് ഒരു കൊച്ചിനെ ദത്തെടുക്കണമെന്ന്, മക്കളില്ലാത്ത ഒരു രാജാവ് കൊച്ചിനെ ദത്തെടുക്കണമെന്ന് തീരുമാനിച്ചു. രാജാവ് അതിന് വിളംബരം ഇട്ടു. രാജാവിൻ്റെ മകനായ ആഗ്രഹിക്കുന്നവരെല്ലാം ഇന്ന ദിവസം കൊട്ടാരത്തിൽ വരണമെന്ന് പറഞ്ഞു. കൊട്ടാരത്തിൽ ആയിരക്കണക്കിന് പിള്ളേർ വന്നു. എല്ലാവർക്കും രാജാവ് ഒരു വിത്ത് കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ വിത്ത് കൊണ്ട് കുഴിച്ചിട്ടിട്ട് 1 വർഷം കഴിയുമ്പം ഈ വിത്ത് മുളച്ച ചെടിയുമായിട്ട് എൻ്റെ അടുത്ത് വരണം എന്ന് പറഞ്ഞു. 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ എല്ലാം ഇവിടെ എത്തി. ഇത് കൊണ്ടുപോയതിൽ ഒരു പയ്യൻ്റെ മാത്രം ഈ വിത്ത് കിളുത്തു വരുന്നില്ല. അപ്പം പയ്യൻ 1 വർഷം നോക്കിയിട്ടും ആ ചെടി കിളുത്തു വന്നില്ല. പക്ഷെ ബാക്കി പിള്ളേരുടെ എല്ലാം ചെടി കിളുത്തു വന്ന് പലതരത്തിലുള്ള ചെടികളുണ്ടായി. ഏതായാലും രാജാവ് പറഞ്ഞ ദിവസം വരെ ഇവൻ ഇതിന് ശുശ്രൂഷിക്കാനുള്ള ശുശ്രൂഷിച്ച് കൃത്യമായിട്ട് പറഞ്ഞ ദിവസം അവിടെ ചെന്നു. രാജാവ് ചെടി പരിശോധിക്കാൻ ഇറങ്ങുമ്പോൾ എല്ലാ കുട്ടികളുടെയും ചട്ടിയിൽ ചെടിയുണ്ട്, ഈ പയ്യന്റെ ചട്ടിയിൽ മാത്രം ചെടിയില്ല. എന്താ നിന്റെ ചട്ടിയിൽ ചെടിയില്ലാത്തത്? ഞാൻ എല്ലാം ചെയ്തതാ, രാജാവ് പറഞ്ഞ പോലെ ഞാൻ ഈ ചെടി വിത്തിട്ട് പരിപാലിച്ചതാണ്, പക്ഷേ ചെടി കിളുത്തില്ല. ഓക്കെ, നീ മാറി നിൽക്കുന്നു പറഞ്ഞ് രാജാവ് ബാക്കി എല്ലാവരെയും പോയി നോക്കി.
എല്ലാവരുടെയും ചെടി കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് രാജാവ് പറഞ്ഞു, രാജാവിൻ്റെ മകനാകാൻ ആഗ്രഹിക്കുന്ന 100 കണക്കിന് കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു പയ്യൻ മാത്രം ചെടിയൊന്നുമില്ലാത്ത ചട്ടിയും കൊണ്ടുവന്നു. അവൻ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. എന്നിട്ട് അവനോട് പറഞ്ഞു, നീയാണ് ഇന്ന് മുതൽ എൻ്റെ മകന്. വെള്ളത്തിലിട്ട് പുഴുങ്ങി ഉണക്കി കൊടുത്ത വിത്തായിരുന്നു എല്ലാ കുട്ടികൾക്കും കൊടുത്തത്. പക്ഷേ എല്ലാ കുട്ടികളുടെയും വിത്ത് മുളച്ചു. ഒരു കാരണവശാലും മുളയ്ക്കാൻ പാടില്ലാത്തത് അവരുടെ എല്ലാം മുളച്ചു. ഈ പയ്യൻ മാത്രം ഈ സെയിം വിത്തിട്ടിട്ട് 1 വർഷം രാജാവ് പറഞ്ഞത് അതുപോലെ പാലിച്ച് 1 വർഷം കഴിഞ്ഞപ്പം വന്നു. ആ ചെറുക്കന് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെടി കിളുക്കുന്നില്ലെന്ന് ഒന്നിൽ കള്ളത്തരം കാണിച്ച് വേറെ ഏതെങ്കിലും വിത്തിട്ട് കിളിപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ എനിക്കിത് കിട്ടത്തില്ലെന്ന് പറഞ്ഞ് അവന് മനസ്സും എടുത്ത് ഉപേക്ഷിക്കാമായിരുന്നു. പക്ഷെ രാജാവ് പറഞ്ഞത് മുഴുവൻ അക്ഷരം പ്രതി പാലിച്ച് സത്യസന്ധനായിട്ട് അവൻ അവിടെ ചെന്നു. അതാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന ഗുണം. നമുക്കൊരു ലാഭം കിട്ടാൻ വേണ്ടി നമ്മൾ വളഞ്ഞ വഴി സ്വീകരിക്കുകയും കൃത്രിമ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ള ആളാണെങ്കിൽ നമ്മുടെ കർട്ടൻ ഏരിയ വലുതായിരിക്കും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം കിട്ടാതെ. ഇൻറ്റഗ്രിറ്റി ഉള്ള മനുഷ്യനായിരിക്കണം. ഇൻറ്റഗ്രിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലേ ഈ പറയുന്ന തത്വങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാനും ഫലം അനുഭവിക്കാനും സാധിക്കും. അങ്ങനെ ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന സഹജീവികളുടെ സ്വഭാവവിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, സെൽഫ് എസ്റ്റീമിനെ കുറിച്ച്. അതിനെക്കുറിച്ച് സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം നമ്മളെക്കുറിച്ച് ഒരു വിലയിരുത്തലാണ്. എന്നെ കൊള്ളാം അല്ലെങ്കിൽ എന്നെ കൊള്ളില്ല എന്ന്. നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നതും കണ്ണാടി നോക്കുന്നതും ഹെയർ കട്ട് എടുക്കുന്നതും ഷേവ് ചെയ്യുന്നതും ഇതോ എല്ലാ സംഗതിയും എന്നെ കൊള്ളാവുന്ന ഒരാളാക്കണം എന്ന ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഓരോ മനുഷ്യനും ജനിച്ചു വീഴുമ്പം ഐ ആം നോട്ട് ഓക്കെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ജനിച്ചു വീഴുന്നത്. വീഴുന്ന സമയം തൊട്ട് ആ കുഞ്ഞിൻ്റെ ചിന്ത ഐ ആം നോട്ട് ഓക്കെ എന്നാണ്. കാരണം അറിയാവോ, അമ്മയുടെ ഉദരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കംഫർട്ടബിൾ സോണിൽ എല്ലാ സംഗതി ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന സ്ഥലത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് കഴിയുമായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ തള്ളി പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഒരു പരിചയവുമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് അത് വന്ന് വീണ് കഴിഞ്ഞപ്പോൾ പിന്നെ അത് കരച്ചിൽ തുടങ്ങി. അതാ വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കുന്നില്ല. ആരെങ്കിലും ചെയ്തു തന്നെങ്കിലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ കുഞ്ഞിന്റെ വിചാരം ജനിച്ചു വീഴുമ്പോഴേ നമ്മുടെ വിചാരം ഐ ആം നോട്ട് ഓക്കെ എന്നാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ നമ്മളെ പരിചരിച്ചു, നമുക്ക് എന്താ വിശന്നപ്പോൾ ഭക്ഷണം തന്നു, നമ്മളെ ദേഹമൊക്കെ തുടച്ചു വൃത്തിയാക്കി എടുത്തൊന്ന് പുന്നാരിച്ചു, ചൂട് കിട്ടി, എന്തെങ്കിലും വസ്ത്രം കൊണ്ട് കവർ ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ വന്ന് സഹിക്കാവുന്ന ഒരവസ്ഥയിലെത്തി ആൾക്കാർ നമ്മളെ കൊഞ്ചിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിന് തോന്നി തരക്കേടില്ല, ഐ എം ഇംപ്രൂവിങ്. ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തൊരു പരിധിയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും കുഞ്ഞ് സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാറായി കഴിയുമ്പോൾ കുഞ്ഞിന് തോന്നും ഐ ആം ഓക്കെ എന്ന് തോന്നും. അങ്ങനെയാണ് നമ്മൾ വളർന്നു വരുന്നത്. ഓരോ പ്രാവശ്യം എന്തെങ്കിലും മോശമായത് സംഭവിക്കുമ്പം ആ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഐ ആം നോട്ട് ഓക്കെ. എല്ലാം ശരിയാകാൻ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിക്കും ഐ ആം ഓക്കെ. ഈ രീതിയിലാണ് വളർന്നു വരുന്നത്. അപ്പോൾ ഈ ഐ ആം ഓക്കെ എന്ന തോന്നൽ ധാരാളം സംഭവിക്കത്തക്ക രീതിയിലാണ് എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നതെങ്കിൽ ഐ ഹാപ്പൻ ടു ടേക്ക് എ ബിലീഫ് ദാറ്റ് ഐ ആം ഓക്കെ. എൻ്റെ പെരുമാറ്റത്തിൽ എന്നെ കൊള്ളാം എന്ന വിചാരത്തോടു കൂടി ഞാൻ പെരുമാറും. ആ പെരുമാറ്റം നല്ലതാണ്. സെൽഫ് എസ്റ്റീം, എന്നെ കൊള്ളാം, ഞാൻ തരക്കേടില്ലാത്ത ആളാണ് എന്ന് എനിക്ക് ബോധ്യം വന്നാൽ എനിക്ക് സെൽഫ് എസ്റ്റീം ഉണ്ട് എന്നർത്ഥം. ആ സെൽഫ് എസ്റ്റീം അവിടെ നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നിടത്താണ് പിന്നെ പ്രശ്നം വരുന്നത്. അവരെ കൊള്ളത്തില്ല എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങുന്നതോട് കൂടിയിട്ട് ഞാൻ നാട്ടുകാർക്കൊക്കെ ശല്യമാവും. ഞാൻ ഇടപെടുന്ന ആൾക്കാർക്ക് എന്നെ മാത്രമേ കൊള്ളൂ, ഐ ആം ദ ഒൺലി വൺ ഹൂ ഈസ് ഓക്കെ എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും എൻ്റെ അഹങ്കാരം തലയ്ക്കങ്ങോട്ട് പിടിച്ച് കയറിപ്പോയിരിക്കുക. ഞാനൊരു അഗ്രസീവ് പേഴ്സണാലിറ്റി ആകുക. എന്നെ മാത്രമേ കൊള്ളാവൂ എന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴേക്കും മറ്റുള്ളവരെ കൊള്ളത്തില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ അവരെ എല്ലാം ബോസ് ഓവർ ചെയ്യാൻ തുടങ്ങും. അവർക്കെല്ലാം എൻ്റെ പെരുമാറ്റം അസ്വസ്ഥത ഉണ്ടാക്കാൻ തുടങ്ങും. അവർ വിചാരിക്കും എന്നെ കൊള്ളത്തില്ല എന്ന് അവരും വിചാരിക്കും. അപ്പൊ രണ്ടുപേര് തമ്മിൽ പെരുമാറുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെ കൊള്ളത്തില്ലെന്ന്, നിങ്ങൾ വിചാരിക്കുന്നത് എന്നെ കൊള്ളത്തില്ല. നമ്മൾ തമ്മിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അടി ഉറപ്പാ. ഇതാണ് അടി കൂടുന്ന വീടുകളിലെ പ്രശ്നങ്ങൾ. ഇതൊക്കെ തന്നെയാണ്. രണ്ടുപേരും വിചാരിക്കുന്നത് എന്നെ കൊള്ളാം, അയാളെ കൊള്ളത്തില്ല. അയാൾ വിചാരിക്കുക അയാളെ കൊള്ളാം, എന്നെ കൊള്ളത്തില്ല. ഇതാണ് വഴക്കൂടുന്നത്. സെൽഫ് എസ്റ്റീം, എന്നെയും കൊള്ളാം നിന്നെയും കൊള്ളാം എന്ന പെരുമാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ സാധിക്കും. നമ്മൾ ശ്രമിക്കണം. എന്നെയും കൊള്ളാം നിന്നെയും കൊള്ളാം
എന്ന രീതിയിൽ പെരുമാറാൻ നമ്മൾ പഠിച്ചെടുക്കണം. അതാണ് സെൽഫ് എസ്റ്റീമിൻ്റെ ബേസിക്.